പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പാഷൻ വീക്ക് എന്ന് പറയും, ഹോളി വീക്ക് എന്ന് പറയും. അല്പകാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മനസ്സിലാക്കണം. അടിയനും ഒന്നുകൂടി ആഴത്തിലതൊക്കെയും ഗ്രഹിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഉള്ള ഒരു സമർപ്പണ ബോധത്തോടെയാണ് ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സമയമായപ്പോൾ അവൻ അപ്പസ്തോലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളൂ ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളും ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. ദ ബ്രെഡ് ആൻഡ് ദ കപ്പ്, ആ ഭാഗമാണ് വായിച്ചത്. ഈ പാസ് ഓവർ മീല്, ഈ പെസഹ ഇസ്രയേൽ മക്കളുടെ ആ അടിമത്വത്തിൽ നിന്ന്, മിസ്രൈമിലെ അടിമത്തിൽ നിന്ന് അവരെ വിടുവിച്ചെടുത്ത ആ ഡെലിവറൻസിനെ കുറിച്ചുള്ളൊരു ഓർമ്മയാണ്. അത് ദൈവം ഇസ്രയേൽ മക്കളെ പല ബാധകൾ വന്നപ്പോൾ, മരണം വന്നപ്പോൾ അതിൽ നിന്നൊക്കെ അവരുടെ ആയുസ്സിനെ സ്പെയർ ചെയ്തു. ആ സ്റ്റോറി, ആ സംഭവം റീടെല് ചെയ്യുന്ന ഒരു ആനുവൽ ട്രഡീഷനായിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തം അത് കട്ടിലുമേലും കുറുമ്പടിമേലുമൊക്കെ തൂത്ത്, പ്രൈസ് ഗോഡ്, രക്ഷ പ്രാപിച്ച ഒരനുഭവം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവമക്കളെ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. അതിനുള്ള കണക്കെല്ലാം കൃത്യമായി പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഈ അറക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടിലക്കാൽ രണ്ടിന്മേലും കുറുമുടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി തിന്നണം. എല്ലാം വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുത്തു. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? അത് യഹോവയുടെ പെസഹ ആകുന്നു. എന്നിട്ട് പുറപ്പാട് പുസ്തകം 12-ാം വാക്യത്തിൽ പറയുക, ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തോട് കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ പുളിപ്പില്ലാത്ത അപ്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ധൃതിയിൽ മിസ്രൈമിൽ നിന്നുള്ള ഒരു ഡിപ്പാർച്ചർ. കയ്പ് ചീര എന്തിനെ കാണിക്കുന്നറിയാമോ? ആ ക്യാപ്റ്റിവിറ്റിയിൽ, ആ പ്രവാസത്തിൽ അവർ കിടന്ന് സഫർ ചെയ്തിട്ടുള്ള, അവർ സഹിച്ച എല്ലാ സഫറിങ്സിനെയുമാണ് കാണിക്കുന്നത്. ഈ മീല്, ഈ പെസഹ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും സംരക്ഷണത്തിൻ്റെയും നിയമത്തിൻ്റെയും
വാഗ്ദത്തങ്ങൾ, തൻ്റെ ജനത്തെ ഡെലിവർ ചെയ്തെടുക്കാൻ വേണ്ടി താൻ ചെയ്ത വാഗ്ദത്തങ്ങളുടെയും ഒക്കെ ഒരു സെലിബ്രേഷനാണ്. ദൈവമക്കളെ, ഇന്ന് വരെയും അനേക കുടുംബങ്ങൾ ഈ ഭൂമിയിലുള്ളത് ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേ രാത്രി യേശു തൻ്റെ ശിഷ്യന്മാരെ എല്ലാം കൂട്ടിച്ചേർത്ത് ഈ പാസ് ഓവർ മീൽ സെലിബ്രേറ്റ് ചെയ്തു. അപ്പവും വീഞ്ഞും, ദേ ഷെയർഡ് ദ ബ്രെഡ് ആൻഡ് ദ കപ്പ്. അപ്പോൾ അപ്പം എടുത്താണ് അവൻ നുറുക്കിയത്. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരുക, നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. എന്നിട്ട് പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിൻ്റെ രക്തമാണ്. This cup that is poured out for you is the new covenant in my blood. This is more than a meal. നമുക്ക് തിരുവത്താഴം അല്ലെങ്കിൽ കുർബാന എന്ന് പറയും. തിരുവത്താഴം എടുക്കുമ്പോൾ ഇതൊക്കെ ഓർക്കാതെ അതെടുക്കാൻ പറ്റുമോ? ഒരു വാഗ്ദത്തത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് അത്. ഹല്ലേലൂയ. ഓർമ്മയ്ക്കായി അതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി ചെയ്യുവാൻ തക്കൊണ്ട് നാം ബാധ്യസ്ഥരാതെയോ മക്കളെ. യേശു അപ്പം നുറുക്കി പാനപാത്രത്തിൽ നിന്ന് പകർന്നു. ഹല്ലേലൂയ. അവനിൽ പൂർത്തീകരിച്ച ആ പാസ് ഓവറിൻ്റെ മീനിങ് വ്യക്തമായി ശക്തമായി മനസ്സിലാക്കുക. ഏതായിരുന്നു ആ കുഞ്ഞാട്? യേശു കർത്താവ്, പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ച തൻ്റെ ഓമന കുമാരൻ. പ്രൈസ് ഗോഡ്. തൻ്റെ സകല മഹിമകളെയും വെടിഞ്ഞ് സ്വർഗത്തിൻ്റെ മണികുടമായവൻ താഴേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ജീസസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്, ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ കവനൻറ്റ് ഗോഡ് മെയ്ഡ് വിത്ത് ഹിസ് പീപ്പിൾ. അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു നമുക്ക് വേണ്ടി. അവൻ്റെ രക്തം നമ്മുടെ പാപത്തിന് ക്ഷമ ലഭിക്കേണ്ടതിന് വേണ്ടി ഒഴുക്കി, പുറത്തേക്ക് ഒഴുക്കി. ഹിസ് ബ്ലഡ് വാസ് ഷെഡ്. ആ ഒരു വലിയ ത്യാഗം അവൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഹല്ലേൽ ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നു അവർക്കെല്ലാവർക്കും വേണ്ടി. പ്രൈസ് ഗോഡ്. അങ്ങനെ മരണത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇസ്രായേൽ ജനത്തെ എങ്ങനെ സ്പെയർ ചെയ്തോ, അതുപോലെ ഹല്ലേലൂയ പാപം നിമിത്തം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരുന്ന ആ വലിയ ഒരു വിടവുണ്ടല്ലോ, അതിനെ നികത്തി. We are spared from eternal separation from God through the blood of Jesus. നിത്യജീവനും രക്ഷയും കൊണ്ടുവന്നത് അവൻ്റെ ആ ത്യാഗമാണ്. അപ്പവും ആ പാനപാത്രവും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ രക്ഷയുടെ വിലയാണ്. ഹല്ലേലൂയ. തകർക്കപ്പെട്ട ശരീരം, ഒഴിക്കപ്പെട്ട രക്തം ആരുടെയാ? നമ്മുടെ സേവ്യറിൻ്റെ, നമ്മുടെ രക്ഷകൻ്റെ. ഇതാണ് ആ ന്യൂ കവനൻറ്റ്. ദിസ് ഈസ് ദ ന്യൂ കവനൻറ്റ്. എന്തുവാ? ഗോഡ്സ് എൻഡ്യൂറിങ് പ്രോമിസ് ഓഫ് ഗ്രേസ്, ഫോർഗീവ്നെസ് ആൻഡ് റിഡംഷൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒന്നോർത്ത് നോക്കിക്കേ, കുഞ്ഞെ നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? കർത്താവ് ഒരുക്കിയ രക്ഷ നീ പ്രാപിച്ചിട്ടുണ്ടോ? വീണ്ടെടുപ്പ് നീ പ്രാപിച്ചിട്ടുണ്ടോ? നിൻ്റെ ഹല്ലേലൂയ ജീവിതത്തിൽ നീ അവനെ എങ്ങനെ അറിയുന്നു? നീ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ യേശു കർത്താവിനോട് ഒന്ന് നന്ദി പറയാമോ? താങ്ക് ഗോഡ് ഫോർ ഹൗ ക്രൈസ്റ്റ് ഹാസ് സേവ്ഡ് യു. ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ നന്മയായ പ്രവൃത്തി വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതെല്ലാം ഓർത്തുകൊള്ളണം.
നമുക്ക് പ്രാർത്ഥിക്കാമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട നിൻ്റെ ശരീരത്തിന് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട നിൻ്റെ രക്തം ഞങ്ങൾ ഓർക്കുന്നു. പുതിയ നിയമത്തിൻ്റെ ആ നിയമം കർത്താവ് ഫുൾഫിൽ ചെയ്തതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പലതും കർത്താവെ മറന്നു പോകുന്നവരാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നിൻ്റെ ആ യുവർ സാക്രിഫൈസ് അതിനെക്കുറിച്ചൊന്ന് ഓർക്കുവാൻ, അതുമൂലം നീ ഞങ്ങൾക്ക് തന്ന ആ സ്വാതന്ത്ര്യമൊന്ന് ഓർക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ സ്നേഹവും പ്രത്യാശയും തന്ന ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റി ജീവിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ നമ്പർ ആക്സസ് ഉണ്ടെങ്കിൽ വിളിക്കണമേ. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എഴുതപ്പെടട്ടെ. പ്രൈസ് ഗോഡ്. ഈ ഡെയിലി ഡിവോഷനിൽ കൂടി വർഷങ്ങളായി ചെയ്തു വരുന്ന ഡെയിലി ഡിവോഷൻ കൂടി അനേകർക്ക് യേശു കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും, നമ്മൾ തമ്മിൽ നേരിട്ട് അറിയത്തില്ലായിരിക്കും, എന്നാൽ കർത്താവ് നമ്മെ അറിയുന്നു. കർത്താവ് നമ്മുടെ സങ്കടങ്ങൾ കാണുന്നു. കർത്താവ് നമ്മെ രക്ഷിപ്പാനായിട്ട് ഒരുക്കമുള്ളവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുപ്പാൻ്റെ ഗുണം ദൈവമിടയാക്കട്ടെ. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു.